നമസ്കാരം. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. വൈറ്റ് ഹൗസിന്റെ പടിയിറങ്ങി 4 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു. എന്തായാലും ആ ക്യാൻസർ പടർന്നു പിടിച്ച് അസ്ഥികളെ പോലും കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡനാണ് ഇത്തരത്തിലൊരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. തന്റെ പിതാവെല്ലാം സഹിക്കുകയാണ്. അതിഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വേദന അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അദ്ദേഹം ഒന്നും തുറന്നു പറയുന്നില്ല. വലിയ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും രാജ്യസ്നേഹം കാരണം അദ്ദേഹം ദൈനംദിന വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നു, അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു. അദ്ദേഹം എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഇതാണ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡന്റെ കുറിപ്പ്. എന്തായാലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ജോ ബൈഡൻ ഉള്ളത് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അസ്ഥികൾ പോലും കാർന്നു തിന്നുന്ന ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജോ ബൈഡനെ കുറിച്ചുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനടിയിൽ വ്യാപകമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പലരും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗസയുടെ ശാപമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഏറിയ പങ്കും. കാരണം ഇവിടെ ഫലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഇസ്രായേലിന് നൽകിയെന്ന ഒരു വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു. എന്താണ് ഈ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അത് മനുഷ്യനെ കരിച്ചു കളയാൻ ശേഷിയുള്ള ബോംബുകളാണ്. അതായത് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവുണ്ടെങ്കിൽ ആ ഓക്സിജനുമായി ചേർന്ന് ഇത് വലിയ ചൂട് സൃഷ്ടിക്കും. ഈ ചൂട് ശരീരത്തിൽ പതിച്ചാൽ മാംസവും അതുപോലെ തന്നെ എല്ലുമൊക്കെ ഉരുകിപ്പോകും. അങ്ങനെ മനുഷ്യനെ കൊന്നുകളയാൻ, ഉരുക്കിക്കളയാൻ ശേഷിയുള്ള ബോംബാണ് ഈ വൈറ്റ് ഫോസ്ഫറസ് ബോംബ്. ഈ ബോംബ് ഇസ്രായേലിന് നൽകിയത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡനാണ്. ആ ജോ ബൈഡൻ അനുഭവിക്കാതെ പോകില്ല, ഇത് ഗസയുടെ ശാപമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ജോ ബൈഡനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്കടിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് ജോ ബൈഡൻ ഉള്ളത് എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.